വെൽക്കം ടു കോ സ്പോട്ട്ലൈറ്റ്. ഇന്നത്തെ കോ സ്പോട്ട്ലൈറ്റ് കെമിസ്ട്രിയെ കുറിച്ചാണ്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ വേൾഡിനെ ഡീകോഡ് ചെയ്യാനുള്ള ലെൻസസ് ആണ് പ്യുവർ സയൻസസ്. അതിൽ വളരെ മേജർ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് കെമിസ്ട്രി. ഹ്യൂമൻ കൈൻഡിൻ്റെ വെൽഫെയറിനും ഡെവലപ്മെൻറ്റിലും കെമിസ്ട്രി പ്ലേ ചെയ്യുന്ന റോള് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ബി ഇറ്റ് ഹെൽത്ത് ആൻഡ് മെഡിസിൻ, ഇൻഡസ്ട്രി, ടെക്നോളജി, അങ്ങനെ എന്തിലും. പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ കെമിസ്ട്രിയുമായിട്ടുള്ള ജേർണി 10th അല്ലെങ്കിൽ 12th ഗ്രേഡിൽ നിന്ന് പോകുന്നു. കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് കോമ്പൗണ്ട്സ്, അവ തമ്മിലുള്ള റിയാക്ഷൻസ്, ഇതൊക്കെ പഠിക്കാൻ ചിലർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. ഡിഗ്രി തലത്തിൽ BSc കെമിസ്ട്രി തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ കോഴ്സിനെ പറ്റി, ബെസ്റ്റ് കോളേജസിനെ പറ്റി, UG തലത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണം, അങ്ങനെ കരിയർ പ്രോസ്പെക്ട്സ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. ഇതിനായി നമ്മുടെ ഒപ്പമുള്ളത് IIT ഹൈദരാബാദിൽ നിന്നും കെമിസ്ട്രിയിൽ PhD ചെയ്ത തേജസ് കർത്തയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിൽ നിന്നാണ് തേജസ് ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻ കെമിസ്ട്രി ചെയ്തത്. ഒരുപാട് വർഷത്തെ അക്കാഡമിക് എക്സ്പീരിയൻസും കെമിസ്ട്രി കോഴ്സസ് പെർസ്യൂ ചെയ്യുന്നതിലുള്ള ഇൻസൈറ്റ്സും ഒക്കെയാണ് തേജസ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. വെൽക്കം തേജസ് ടു PrepWise Avenues. കെമിസ്ട്രീനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫെമിലിയാരിറ്റി ഒരു 12th നമ്മൾ എന്ത് പഠിച്ചോ അതാണ് കെമിസ്ട്രി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാവരെയും അധികം ആൾക്കാരുടെ മനസ്സിൽ വരുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് കെമിസ്ട്രി അതിൽ ഒതുങ്ങുന്നോ അല്ലെങ്കിൽ എത്ര വാസ്റ്റ് ആണ് ശരിക്കും ആ ഒരു സബ്ജക്ട് എന്നുള്ളത് ഒരു കോളേജ് ലെവലിൽ എത്തുമ്പോഴേക്കും? അത് that's a very good question because ഇതിപ്പോ സ്കൂളില് കെമിസ്ട്രി ഇഷ്ടപ്പെട്ട് കോളേജ് ലെവലില് ഒരു മാസ്റ്റേഴ്സ് ലെവൽ വരെയെങ്കിലും ഫോളോ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ബാച്ചിലേഴ്സിന്റെ ഒരു ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴേക്കും they would have really realized അത് നമ്മൾ സ്കൂളിൽ വെച്ച് കണ്ട കെമിസ്ട്രി ഒന്നും അല്ല എന്നുള്ളതും. പിന്നെ എനിവേ ലുക്ക് അറ്റ് ഇറ്റ്, നമ്മുടെ ലേണിംഗ് സൈഡ് ആണെങ്കിലും അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് സൈഡ് ആണെങ്കിലും അതിന്റെ പല പല ഫേസസ് ആണെങ്കിലും അത് ഇറ്റ്സ് ക്വൈറ്റ് വാസ്റ്റ്. ഇറ്റ്സ് ഹെവിലി അപ്ലൈഡ് ദാൻ വി തിങ്ക് ഇറ്റ് ഈസ് ഇൻ ദ സ്കൂൾ. ഒരുപാടുണ്ട്. നമ്മള് ഈ കെമിസ്ട്രി ഇപ്പോ നമ്മൾ കെമിസ്ട്രിയിലുള്ള ആൾക്കാർ എന്നെ കെമിസ്ട്രി വിളിക്കുന്നത് ദേ കോൾ ഇറ്റ് ദ സെൻട്രൽ സയൻസ്. ബിക്കോസ് അതിനെ വെച്ചിട്ട് കെമിസ്ട്രിന്ന് തന്നെ പല സൈഡ്സിലേക്കും ആൾക്കാർ തിരിയുന്നുണ്ട്. ഇപ്പോ ഫിസിക്സ് ആണെങ്കിൽ യു ഹാവ് ഫിസിക്കൽ കെമിസ്ട്രി, ഇഫ് യു ലുക്ക് അറ്റ് ബയോളജി യു ഹാവ് ബയോകെമിസ്ട്രി. അവിടെ എല്ലാം കെമിസ്ട്രി വരുന്നുണ്ട്. അപ്പോ നമ്മൾ ഇതൊന്നും ഒരുപക്ഷെ സ്കൂളിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വി ഓൺലി ഹാവ് കെമിസ്ട്രി ദേർ. ഒറ്റ കെമിസ്ട്രി ഉള്ളൂ. പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ 12th അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് കെമിസ്ട്രിയുടെ ഒരു വെരി ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങേ കിട്ടുള്ളൂ അല്ലെ? ഓക്കെ. അപ്പോ അതിൽ നിന്ന് ഒരുപാട് ഒബ്വിയസ്ലി ഇതിൽ ഒതുങ്ങൂല. ഇപ്പം എല്ലാ സബ്ജക്ട്സും പോലെ തന്നെയായിരിക്കും നമുക്ക് അറിയാം. എന്നാലും നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഒരാള് കെമിസ്ട്രി എടുക്കുകയാണെന്ന് വെച്ചോ, ലൈക്ക് UG ലെവലില് നമ്മൾ സ്റ്റാർട്ടിങ്ങില് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഉണ്ടാവുന്ന ഓരോരോ വിചാരങ്ങൾ ഉണ്ടാവും, ഓരോരോ നോഷൻസ് ഉണ്ടാവും. അപ്പം തേജസ്സും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പം കെമിസ്ട്രിയിൽ ആദ്യം BScക്ക് ചേർന്നപ്പോ ഉണ്ടായിരിക്കാം. സ്വന്തം അനുഭവത്തിൽ നിന്ന് നോക്കിയാല് അങ്ങനെ എന്തെങ്കിലും നോഷൻസ് കെമിസ്ട്രിയെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങള് പിന്നീട് അത് എഴുതി മാറ്റി ഇങ്ങനെയല്ല എന്നുള്ള ഒരു റിയലൈസേഷൻ വരുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി +2 കഴിഞ്ഞപ്പോ ഐ വാണ്ടഡ് ടു ഡു സയൻസ് എന്നുള്ള പേരിലാണ് ഞാൻ നിന്നത്. കെമിസ്ട്രി കുറച്ച് കൂടുതൽ ഇഷ്ടമായിരുന്നു. You had physics, I had biology, you had chemistry. Basically I started off with the thought that I wanted to do science. Like I liked science as an entity, as a whole. And out of that, അപ്പൊ ഈ സയൻസിനെ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓരോരോ ലെൻസസ് ആണ് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈവൻ മാത്തമാറ്റിക്സ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. And I think that perception is pretty good. That's how it should be viewed. And which way you look at science, you wanna take it via the chemistry route, physics-ൽ കൂടെ നോക്കണോ അല്ലെങ്കിൽ ബയോളജി വഴി എടുക്കണോ, that is completely up to you. അപ്പൊ ഞാൻ അങ്ങനെയാണ് പറയാ, you love science first and then science as a whole. എല്ലാം നമുക്ക് വേണം. And then whether you want to approach it through whichever channel that you need. So എനിക്ക് കെമിസ്ട്രി ആയിരുന്നു കുറച്ചധികം താല്പര്യം, probably because of the people who taught me well, or അങ്ങനെ ഒരു ഫ്ലെയർ ഉണ്ടാവുക, അല്ലെങ്കിൽ മേ ബി ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ്
നമുക്ക് നല്ല നല്ല ഫാൻസി ഗ്ലാസ് വെയർ അല്ലെങ്കിൽ കുറെ കെമിക്കൽസ്, കളർഫുൾ സ്റ്റഫ് ഇൻസൈഡ് ഗ്ലാസ് ബോട്ടിൽസ്, യു ലൈക്ക് ദം. അതൊക്കെ ഉണ്ടാക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്. നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ആസ് ആൻ ഹോളിസ്റ്റിക് എൻറ്റിറ്റി നോക്കി കഴിഞ്ഞിട്ട് ആൻഡ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ആസ് ലെൻസസ് ടു സ്റ്റഡി ദാറ്റ് ലാർജർ സബ്ജക്ട്. That's an interesting way to think about all these different branches. So നമ്മളിപ്പം ഒരു പ്ലസ് ടുവില് സയൻസ് അല്ലെ കോമേഴ്സ് സ്ട്രീംസ് ആണല്ലോ സാധാരണ ഫോളോ ചെയ്യുന്ന കുട്ടികൾ. അപ്പം BSc കെമിസ്ട്രിയില് എൻറ്റർ ചെയ്യാൻ ഒരു സ്ട്രീം ബേസ്ഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? I think in your undergrad when you apply for a bachelor's in BSc in chemistry, ഇവിടെ ഇപ്പോ റെഗുലർ കോളേജസിൽ നമുക്കൊരു സബ്സിഡിയറി സബ്ജക്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യാൻ കിട്ടുന്നത്. Some people choose it to be biology, and I think some people choose it to be physics. And I think physics എപ്പോഴും ഉണ്ടാവും, sub അല്ല physics. So if you're studying chemistry, you'll definitely have to touch on physics. You'll have a subsidiary of mathematics. So I think you can choose between biology or mathematics, whichever one you want. So that's one thing I realized. So recently even in integrated MSc programs and all, they have introduced this sort of an approach. That's right. Yeah, so whether if you're more inclined towards biology, or so you have to learn biology. If you are into the math or physics side of things, you take math. So it depends on a subsidiary subject. നമുക്ക് അതിന് അങ്ങനെ ചോയ്സ് കിട്ടാറുണ്ട്. Basically anybody who's taken up science stream അവർക്ക് BSc കെമിസ്ട്രി. BSc കെമിസ്ട്രി 3 ഇയേഴ്സിന്റെ പോസ്റ്റ് ഡ്യൂറേഷൻ നോക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പേപ്പേഴ്സ് ആണ് സാധാരണ ഉണ്ടാവുക? സോ കെമിസ്ട്രി ഏത് ഏരിയയിൽ ഏത് ലെവലിൽ പഠിച്ചാലും ബ്രോഡായിട്ട് അതിനെ നമ്മൾ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. You will have physical chemistry, you will have inorganic chemistry, and you will have organic chemistry. So these 3 branches, they will follow you everywhere. If you're in the chemistry, if you're in any realm related to chemistry, they will be following you everywhere. So ഇതിന്റെ ഉള്ളിൽ തന്നെ ഇപ്പോ നമ്മളിപ്പോ +1 +2 പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രി, അത് വളരെ ബേസിക് ആയിട്ട് നമ്മളവിടെ കാണുന്നുള്ളൂ. ഓർഗാനിക് കെമിസ്ട്രി ടേക്സ് അപ്പ് ഓൾമോസ്റ്റ് 45% of the chemistry that you learn in your bachelor's. Yeah, if you're learning chemistry, yes, 45% will be organic because of the bhayangara vast. And most of the people in chemistry tend to lean towards organic. Pinne inorganic chemistry ennu parayunnathu, it is very similar to what we have learned in our +1 and +2. നമ്മുടെ CBSE ടെക്സ്റ്റ് ബുക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ P ബ്ലോക്ക് എലിമെന്റ്സിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, D ബ്ലോക്ക് എലിമെന്റ്സിന്റെ ചാപ്റ്റർ ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആകുമ്പോൾ ഇൻഓർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഓർഗനോ മെറ്റാലിക് കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന വെരി നിഷ് ഫീൽഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോ പിന്നെ ഉള്ളത് ഇതിൽ നിന്നൊക്കെ കുറച്ച് ഡിസ്ജോയിന്റ് ആയിട്ട് നിൽക്കുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ എപ്പോഴും ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പർ ഉണ്ടാവും, തെർമോഡൈനാമിക്സിൽ ഒരു പേപ്പർ ഉണ്ടാവും, സൊല്യൂഷൻ ബേസ്ഡ് കെമിസ്ട്രിയിൽ ഒരു നമ്മുടെ +2 തന്നെയുള്ള സൊല്യൂഷൻസ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ചാപ്റ്റർ ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ യുവർ +2 exams if you're from the CBSE stream. Yeah, then solid state കുറച്ച് വരും. And towards the end of your bachelor's, they might introduce you to quantum mechanics a little. So that's basically what you will see. Apart from BSc chemistry, integrated ആയിട്ടുള്ള MSc കോഴ്സസ് ഉണ്ടാവുമല്ലോ. അപ്പം അതിലേക്കും ഒരു 5-year കോഴ്സ് ആണെങ്കിലും 12th ഗ്രേഡിലുള്ള പാസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള എൻട്രി പോയിന്റ് തന്നെയാണല്ലോ. എവിടെയൊക്കെയാണ് അങ്ങനത്തെ പ്രോഗ്രാംസ് ഉള്ളത്, MSc കെമിസ്ട്രി പ്രോഗ്രാംസ് ഉള്ളത്? അത് എടുക്കണോ അല്ലെങ്കിൽ BSc കെമിസ്ട്രി എടുക്കണോ എന്നുള്ള ഡൗട്ട്സ് ഉള്ളവർക്ക് what would be your Okay, so random, I would say it's meant for people with 2 different orientations, right? See, when you talk about an integrated MSc course, you're looking at 5 years of a degree, right? I mean, there is nothing in between, basically. You're not sure whether, if you're into research, then it makes sense to take up a 5-year degree and
ഇപ്പോ 5 വർഷം അതിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരു മാസ്റ്റേഴ്സ് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ഒരു റിസർച്ച് കരിയറിലേക്ക് മൂവ് ചെയ്യാൻ അത് ഒരുപാട് നമ്മളെ സഹായിക്കും. അതേസമയം നമ്മളിപ്പോ ഒരു 3-year പ്രോഗ്രാം ചെയ്ത് നോക്കിയിട്ട് നമുക്കത് ഇഷ്ടമായോ ഇല്ലയോ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ തിരിയണോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ള ഒരു ടൈപ്പ് ആണെങ്കിൽ ദെൻ യു മൈറ്റ് വാണ്ട് ടു കൺസിഡർ എ നോർമൽ BSc. ഇൻ ഐദർ കേസ് നമ്മൾ ചെയ്യേണ്ട വർക്ക് ഇൻ എ വേ സിമിലർ ആണ്. കാരണം ഇന്റഗ്രേറ്റഡ് MSc ആണെങ്കിലും ഇൻ മോസ്റ്റ് ഓഫ് ദ ഗുഡ് പ്ലേസസ് നമ്മൾ എൻട്രൻസ് എഴുതേണ്ടി വരും ആഫ്റ്റർ 12th. BScക്ക് കയറാൻ എൻട്രൻസ് വേണ്ട, ബട്ട് MScക്ക് കയറണമെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ കയറണമെങ്കിൽ വീണ്ടും BSc കഴിഞ്ഞ് എൻട്രൻസ് എഴുതേണ്ടി വരും. സോ ഐദർ വേ ദ വേ യു ലുക്ക് അറ്റ് ഇറ്റ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വർക്ക് ലോഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. BSc എന്ന് പറഞ്ഞാൽ if you want to try out, if you want a degree in chemistry, if you want to see what chemistry feels like, അങ്ങനെയാണെങ്കിൽ you can do it. If you want an integrated MSc, if you are into research, yes, it makes sense. അത് നല്ല കോഴ്സസ് ആയിരിക്കും. സോ ഇന്റഗ്രേറ്റഡ് MScയും സാധാ BScയും തമ്മിലുള്ള മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ 5 വർഷം ഡയറക്ട്ലി ഒരു സബ്ജക്റ്റിലേക്ക് നമ്മളെ അലൈൻ ചെയ്യാണ്. സോ അതില് ആദ്യത്തെ 2-3 വർഷങ്ങളില് they'll try to give you other sciences also a lot. അതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. സോ ഫിസിക്സ്, മാത്ത് പോലത്തെ സബ്ജക്ട്സിനൊക്കെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പൊ അവിടെ കുറെ കൂടെ ഒരു ഇന്റർ ഡിസിപ്ലിനറി സയൻസ് പെർസ്പെക്റ്റീവ് ഓഫ് അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ഓറിയന്റേഷൻ നിൽക്കുന്നത്. ബ്രോഡർ സയൻസ് ഗ്രൗണ്ടിങ് ആണ് ഇന്റഗ്രേറ്റഡ് MSc. എക്സാക്ട്ലി. സോ ഇനിയിപ്പോ എവിടെയാണ് ഈ കോഴ്സസ് ഒക്കെ ഉള്ളത് എന്നുള്ള ചോദ്യം, ഇനീഷ്യലി ഞാനൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് IITs ഇത് പ്രൊവൈഡ് ചെയ്തിരുന്നു, ഇന്റഗ്രേറ്റഡ് MScs. ഇന്റഗ്രേറ്റഡ് MScs ആർ ബിക്കമിങ് റെയറർ. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ദേ ആർ നോട്ട് പ്രൊവൈഡിങ് ഇറ്റ്. സോ ബട്ട് യു സ്റ്റിൽ ഹാവ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വിച്ച് ആർ ഡൂയിങ് ഇറ്റ്. യു ഹാവ് IISERs which are doing something similar. So IISER, Indian Institute of Science Education and Research, I mean avരുടെ ഇപ്പോ IITs പോലെ തന്നെ അവരുടെ IITs are for technology basically, and IISERs are for scientific research like basic sciences. So അവിടെ they have this BSMS dual degree program. അത് ഒരു 5-year course ആണ്. So they'll give you an MS after 5 years. But then again, getting in there is pretty competitive. You will probably have to crack IIT JEE and you'll have to make your way there. Appo adundu, it's good. Angade kittuanengil it's really nice if you can get yourselves into an IISER. വളരെ നല്ല ടോപ്പ് നോച്ച് ഫാക്കൽറ്റി ആയിരിക്കും. ഇന്ത്യയിലെ പ്രോബബ്ലി ഹൈയസ്റ്റ് ഫണ്ടഡ് ലാബ്സ് ഒക്കെ IISERസിലാണ് ഉള്ളത്. IISc Bangalore has a integrated program. So these are the primary places I would suggest. BSc chemistry നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയായിരിക്കും? സോ ഇന്ത്യയില് സയൻസസ് ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ സയൻസ് ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ ഈ IITസിലൊക്കെ MScക്കൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി വെർ ഐ കം ഫ്രം IIT ഹൈദരാബാദിൽ നോക്കിക്കഴിഞ്ഞാല്, ലാർജ് ചങ്ക് ഓഫ് ദ സ്റ്റുഡൻസ് അവരുടെ ബാച്ചിലേഴ്സ് ചെയ്തിരിക്കുന്നത് കാൽക്കട്ട യൂണിവേഴ്സിറ്റി, then you have Jadavpur University, you have Delhi University which takes up ഒരുപാട് പേര് അവിടെ വരാറുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് നല്ല കോളേജസ് ഉണ്ട്. ഈ BSc ബാച്ചിലേഴ്സ് കോഴ്സസ് കൊടുക്കുന്ന നല്ല നല്ല കോളേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, യു ഹാവ് മിറാണ്ട ഹൗസ്, യു ഹാവ് ലേഡി ശ്രീറാം കോളേജ്. ഇഫ് യു കം സൗത്ത്, if you come to Madras University side, you also have really good colleges. For example, Madras Christian College in Chennai, you have Loyola, you have Stella Maris. In Kerala, if you come down to even Kerala, you have SB College Changanasheri, they're doing really good. Mari Venus Trivandrum has a very good department. Then Sacred Hearts in Tevara, Ernakulam, they are also highly ranked. Then some people also prefer Christ College in Iringalkuda here, which is right next door. Yeah, their department is also pretty good. Yeah, these colleges are really well-known colleges in all of India. Yeah, I think also in Madurai you have Lady Doak College, which is also pretty good. So you were saying Calcutta University, Delhi University, among the central universities, these two feature among the top.
Oh, yes. So if you're looking at central universities, if you're looking at it from that angle, I would definitely add in University of Hyderabad. University of Okay. Hyderabad, they provide integrated MSc courses. Oh, They don't have a BSc as far as I know, okay. the best of my knowledge. So integrated MSc അവർ കൊടുക്കുന്നുണ്ട്. University of Hyderabad Department of Chemistry is considered to be ultimate in the country. ഇപ്പൊ BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MSc ചേരുന്ന ഒരു ഫ്രഷറിന് what would be your tips for them to look out for? അപ്പം ഒരു 3 years അല്ലെങ്കിൽ 5 years അവരുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചില കെമിസ്ട്രി റിലേറ്റഡ് പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഫെസ്റ്റ് അതുപോലത്തെ എന്തൊക്കെയാണ് they should watch out for in these academic years? So if they're really serious about chemistry, വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ആണെങ്കിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുക ഇന്റേൺഷിപ്സ് ആണ്. Go for internships. നമ്മുടെ ഈ വെക്കേഷൻ ടൈംസിൽ there are a lot of internship programs which the government provides, the institutes provide. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ IITs ഒക്കെ ആണെങ്കിൽ IITsന്റേതായിട്ടുള്ള സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് പ്രോഗ്രാം, സമ്മർ ഇന്റേൺഷിപ്സ്. TIFRന്റെ സമ്മർ ഇന്റേൺഷിപ്സ് ഉണ്ട്. Then you have your Indian Academy of Sciences, അവരുടെ ഇന്റേൺഷിപ്സ് ഉണ്ട്. സോ അതിനൊക്കെ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇൻ ടു എൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ വേറെ ലാബുകളിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റിനെ നമ്മൾ ഡയറക്റ്റ്ലി മെയിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ പറയാ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ് നമ്മൾ, will it be possible to come and spend probably a month under your tutelage or under your guidance, so that അത് however small it is, നമ്മളിപ്പോ ഒരു ക്ലാസ് റൂം സ്റ്റഡി എൻവയൺമെന്റിൽ നിന്ന് മാറി നമ്മളൊരു റിസർച്ച് ലാബിൽ എങ്ങനെയാണ് അവിടുത്തെ വർക്ക് കൾച്ചർ എന്ന് കാണുമ്പോൾ ദ amount of exposure that you get, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായിരിക്കണം പ്രോബബ്ലി എന്റെയൊക്കെ എനിക്കൊക്കെ ഒരുപാട് അങ്ങനെ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര ഒരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആണെന്ന് മാത്രമല്ല, അത് നമ്മൾ ക്ലാസ്സിൽ ഈ പഠിക്കുന്ന പല സബ്ജക്ട്സും വളരെ ഡ്രൈ ആണ്, വളരെ ബോറിംഗ് ആണ്. I'll be very honest. I'm not going to sugarcoat my words. It is hard work to study those things, but you see them in action. Yes. In research പോകുമ്പോൾ നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല what you see in a research lab. The other thing is taking your lab courses very seriously. അത് ചെയ്യണം. Half the science is in the lab, or mostly 90% of the science is in the lab, if you ask me. That's where all the action happens. Then pay attention to your theoretical subjects as well. That's important. നല്ല ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്യുക, അതൊരു വലിയൊരു പോയിന്റ് ആണ്. ഇപ്പോ ചില ഓതേഴ്സ് ഇപ്പൊ ഓരോരുത്തരുടെയും സ്റ്റഡിങ് സ്റ്റൈലിനനുസരിച്ച് ഓരോ ടെക്സ്റ്റ് ബുക്സ് ഇപ്പോ കെമിസ്ട്രിയിൽ അവൈലബിൾ ആണ്. അതായത് പല ഓതേഴ്സ് ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് എഴുതിയിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു യുവർ സ്റ്റൈൽ ഓഫ് ലേണിംഗ്, I mean, it's like this. If you're reading literature, there may be certain authors that you prefer, right? അതുപോലെ കെമിസ്ട്രിയിലും നമുക്കിപ്പോ അങ്ങനെ ഇപ്പൊ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത്രയധികം ലിറ്ററേച്ചർ അവൈലബിൾ ആണ്. ഞാന് കെമിസ്ട്രി 12th ഗ്രേഡ് ആ ഒരു എക്സ്പീരിയൻസ് മാത്രം ഉള്ളതുകൊണ്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലെ വേറെ രീതിയിൽ എഴുതുന്ന ഓഥേഴ്സ് എന്നൊക്കെ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് കെമിസ്ട്രി ബുക്സിനോട് അല്ലേ ഇതുവരെയുള്ള ഒരു എക്സ്പോഷർ ഉള്ളൂ. സോ അങ്ങനെ അല്ലാതെയും പല ടൈപ്പിലുള്ള ടെക്സ്റ്റും അവൈലബിൾ ആണ് അല്ലേ ശരിക്കും? ആക്ച്വലി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ. എവരിബഡി ഈസ് ലേണിംഗ് ദ സെയിം തിങ്. എൻറ്റയർ കൺട്രി ഈസ് ലേണിംഗ് ദ സെയിം തിങ്. ബട്ട് നമ്മളിപ്പോ ബാച്ചിലേഴ്സിലേക്ക് പോകുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കാം ചില സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റഡി മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന പ്രൊഫസർ ഫോളോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക്, അതൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് സപ്ലിമെന്ററി ആയിട്ട് ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ഇപ്പോ എനിക്ക് ചിലപ്പോ എന്നെ പഠിപ്പിക്കുന്ന സാറിന്റെ രീതികൾ തീരെ ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോ. ബട്ട് എനിക്ക് സബ്ജക്ട് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് പിക്കപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺ ദാറ്റ് നോട്ട് നല്ല ലൈബ്രറികൾ വിസിറ്റ് ചെയ്യാം.
and make sure you spend a lot of time there. I mean, books kuda verde ingane look at the books. So I know that you have done your MSc as an integrated way. പക്ഷെ as a UG student who's pursuing BSc, MSc ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് 3 ഇയേഴ്സിൽ വെക്കേണ്ടതായിട്ടുണ്ടോ? Like what would you say? So first of all, if you do not get an admission directly into an integrated MSc and you are really hoping for it, don't worry. ഒരു നല്ലൊരു BSc പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വിഷയങ്ങൾ പഠിക്കുക. ലൈക്ക് ഡു യുവർ ടെക്സ്റ്റ് ബുക്സ്, ഡു യുവർ നോട്ട്സ് വെരി വെൽ. അസൈൻമെന്റ്സ് ഒക്കെ വളരെ ക്ലീൻ ആയി സിൻസിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ IIT ജാം എക്സാമിന് വേണ്ടി നമ്മൾ പതുക്കെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതും എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആണ്. ബട്ട് ജാമില് നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടു ഡു യുവർ MSc ഫ്രം IITs. സോ വിച്ച് ഇസ് പ്രിറ്റി പ്രസ്റ്റീജിയസ്. കാരണം IITs കാണുന്ന ഫെസിലിറ്റീസ് ഒന്നും നമുക്കിപ്പോ വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും ഇല്ല. അപ്പോ സോ ആഫ്റ്റർ യുവർ BSc, ഇപ്പോൾ BSc പഠിക്കുന്ന സമയത്ത് ആൻഡ് ഇഫ് യു ആർ പ്ലാനിങ് ടു മൂവ് ഓൺ ടു എൻ MSc, ഒരു MScക്ക് താല്പര്യമുണ്ടെങ്കിൽ ജാമില് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. IIT ജാം. If I were to like chemistry, ഒരു കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന സ്റ്റുഡന്റ് ആണെന്ന് വെച്ചോ, ബട്ട് I'm still not sure കെമിസ്ട്രി പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം, അങ്ങനെ തോന്നുന്നവരും ഉണ്ടായിരിക്കാം. കെമിസ്ട്രിയിൽ നല്ല മാർക്കൊക്കെ ഉണ്ട്, ഇഷ്ടമാണ് സബ്ജക്ട്, പക്ഷെ ഞാൻ BSc കെമിസ്ട്രി എടുത്ത് പിന്നെ അങ്ങോട്ട് ലൈക് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സിനെ കുറിച്ച് പിന്നെ ആദ്യമുള്ള ഒരു സ്റ്റുഡന്റിനോട് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? സയൻസസ് യൂഷ്വലി പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൽ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനില് BSc കൊണ്ട് മാത്രം നമുക്ക് ഒരുപാടൊന്നും ഗെയിൻ ചെയ്യാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബട്ട് ഓൺ ദ വേ ത്രൂ യുവർ BSc നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പോ ഞാൻ പറയുന്നത് BSc മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ജോലിയൊന്നും കിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. You will still be able to score a job, you will get a job, അതെല്ലാം ഓക്കെയാണ്. ബട്ട് BSc കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ആസ് ഇൻ ഇഫ് ഐ എം ഗിവിംഗ് യു എക്സാമ്പിൾസ്, ഒരുപാട് കെമിക്കൽ ഇൻഡസ്ട്രീസിൽ they need people to do lab work, they need trained people to do lab work. അപ്പോ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ, and they are very happy there, doing a decent job out of it. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ പലപ്പോഴും നമുക്ക് BSc കെമിസ്ട്രി വെച്ച് അങ്ങനത്തെ ജോബ്സ് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് പേര് ഈ BSc കെമിസ്ട്രി ചെയ്യുന്നവര്, അല്ലെങ്കിൽ റെഗുലർ ഡിഗ്രി കോഴ്സസ് ചെയ്യുന്നവര്, റെഗുലർ സയൻസ് ഡിഗ്രീസ് ചെയ്യുന്നവര്, ഞാൻ കണ്ടിരിക്കുന്ന വേറൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് അവര് ഡയറക്ട്ലി സിവിൽ സർവീസസ് സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നവരുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ എ ട്രെൻഡ്. അതും ഞാൻ ഒരുപാട് കണ്ടു വന്നിരിക്കുന്ന ഒരു ട്രെൻഡ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺ വൈൽ യു ഡു യുവർ BSc നമ്മളിങ്ങനെ ഒരുപാട് അതർ ലാബുകളൊക്കെ കണ്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആകുമ്പോൾ മോസ്റ്റ്ലി വിൽ പിക്കപ്പ് എൻ MSc ഓൾസോ. അത്ര നമ്മൾ ടെതേർഡ് ആണെങ്കിൽ ടീച്ചിങ് സോ പീപ്പിൾ ഹു ടേക്ക് അപ്പ് ടീച്ചിങ് ഇൻ സ്കൂൾസ്, അതൊരു വലിയൊരു ഫീൽഡ് തന്നെയാണ്. സോ ആഫ്റ്റർ യു ഡു യുവർ BSc യു പ്രോബ്ലി വാണ്ട് ടു get into the teaching line of things. You go for a B.Ed or you go for another teaching side if you want. So you can also become a teaching assistant nowadays. What about research? Researchil chemistry research എന്ന് പറഞ്ഞാൽ like I said, most of the papers that we learn in our bachelor's or masters, റിസർച്ചിന്റെ ഒരു വലിയ ചങ്ക് എപ്പോഴും ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ആണ് നമ്മുടെ മനസ്സിൽ, നമ്മളൊരു സയന്റിസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വെള്ള കോട്ടിട്ട് ഒരു ലാബില് നിറച്ച് ഗ്ലാസ് വെയർസ് ഒക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കുറെ തിളയ്ക്കുന്ന കെമിക്കലും കുറെ ചൂടാക്കുന്ന കുറെ എക്യുപ്മെന്റ്സും ഒക്കെ ചുറ്റുമുള്ള ഒരു സയന്റിസ്റ്റിന്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് അത് ഫിറ്റ് ആവുന്നത് ഒരു ഓർഗാനിക് കെമിസ്ട്രിനെയാണ്. Yeah, so organic chemistry le koodalum research is on synthesis, which means you are making new things in the lab.
അപ്പൊ അത് പലതും ആകാം. അത് ചിലപ്പോ ഒരു ആന്റി ക്യാൻസർ ഡ്രഗ് ആകാം, അത് ചിലപ്പോ ഒരു പുതിയൊരു ടൈപ്പ് മെറ്റീരിയൽ ആകാം, അത് ചിലപ്പോ നമ്മളെ ഒരു പെർട്ടിക്കുലർ അപ്ലിക്കേഷന് പിൻ പോയിന്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ വല്ല വെരി മിനിസ്ക്യൂൾ ആയിട്ടുള്ള സാധനങ്ങൾ കൂടി ആകാം. സോ റിസർച്ച് മോസ്റ്റ്ലി അവിടെയാണ്. ദെൻ യു ഹാവ് ദിസ് തിയറട്ടിക്കൽ സൈഡ് ഓഫ് കെമിസ്ട്രി. അത് അത്ര പോപ്പുലർ അല്ല, but that is also a huge thing. So chemistry, when it comes to research, you broadly classify it as experimental and theoretical. Theoretical chemistry lo koduthalum you will be doing computer simulations, coding, you will be making models inside a computer. Appo namukku experimentally calculate cheyan pattatha കാര്യങ്ങളെ നമ്മൾ തിയററ്റിക്കലി മോഡൽ ചെയ്തിട്ട് നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ പഠിക്കാൻ നോക്കുന്നു. വിൽ ട്രൈ ടു കാൽക്കുലേറ്റ് ഇറ്റ് ഓർ പ്രെഡിക്റ്റ് ഇറ്റ്. അപ്പോ അങ്ങനെ ഉള്ള ഒരു ഹ്യൂജ് സൈഡ് ഓഫ് കെമിസ്ട്രി ഉണ്ട്. അത് യൂഷ്വലി ബാച്ചിലേഴ്സിൽ നമുക്ക് വേറെ പുറത്തു പോയി ഇന്റേൺഷിപ്സ് ഒന്നും ചെയ്ത എക്സ്പോഷർ ഇല്ലെങ്കിൽ യു മെ നോട്ട് ബി അവെയർ ഓഫ് ഇറ്റ്. അത് കംപ്ലീറ്റ്ലി അൺനോൺ ആയിട്ട് കൂടി പോവാറുണ്ട്. അതിപ്പോ ഒരു ലാസ്റ്റ് ഒരു 10 yearsലൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് ഇറ്റ് ഹാസ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ്ഡ്. അപ്പോൾ റിസർച്ചിൽ അങ്ങനെ രണ്ട് ബ്രോഡ് areas of chemistry ആണ് ഉള്ളത്. Okay, so a lot of avenues are out there. നമ്മള് ഒരു ടിപ്പിക്കൽ ഒരു ഇമാജിനേഷനിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. You certainly made me more knowledgeable about the field that chemistry is. Hopefully our audience, our students also feel more enlightened about the subject, and whoever's out there who likes chemistry will perhaps consider doing these chemistry, taking up in various ways. So anything else, Tejas, at the end of the day, when you look back at your UG time, 3 വർഷം അല്ലെങ്കിൽ for you it's 5 stretch of years. Anything else that you would do differently? 5 years അങ്ങനെ pass ചെയ്തു പോയി. What would you do differently if you had the chance to live those years again? So I have a huge liking for the arts. Okay. So if not chemistry, I would have gone into literature, I guess. I don't know, ചിലപ്പോ. But എനിക്ക് എന്നെ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ, ബിക്കോസ് അന്ന് കെമിസ്ട്രി, സയൻസ്, ആ ഒരു വെള്ള ലാബ് കോട്ടിട്ട് നടക്കുന്ന ഒരു ജീവി, അതൊരു ഭയങ്കര ഒരു ഫാന്റസി ആയിരുന്നു എനിക്ക്. ബട്ട് അതർവൈസ് ഐ തിങ്ക് ഞാൻ ലിറ്ററേച്ചർ സൈഡിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ആർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള സൈഡിലേക്കോ പോയേനെ എന്ന് തോന്നാറുണ്ട് ഇടയ്ക്ക്. I still feel, I should go out there and do another master's or something, or a diploma in the arts. അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാരും അങ്ങനെ ഉള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ടാലന്റ്സും കോമ്പിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ആണല്ലോ. Maybe we'll have to compromise one thing or the other and take up one as a major career. So absolutely. At the end, the choice is all ours. Okay, Tejas, it has been really nice talking to you, getting to know more about chemistry. Thank you so much. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ ആർട്സ്, സയൻസ്, കോമേഴ്സ്, ലാംഗ്വേജ് കോഴ്സസിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ പ്ലാറ്റ്ഫോമാണ് പ്രെപ്വൈസ്. പ്രെപ്വൈസിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ ആയ അവന്യൂസിൻ്റെ ഒരു എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവന്യൂസ് കൂടാതെ വേറെ പല പ്രോഗ്രാംസും ഫീച്ചേഴ്സും ഞങ്ങളുടെ പ്രെപ്വൈസ് ആപ്പിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് തന്നെ. ഇപ്പോൾ തന്നെ പ്രെപ്വൈസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തൂ. ഞങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഡു ഗിവ് us a like and share with your peers, and ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും വീഡിയോസും മിസ്സാവാതെ കാണാൻ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.